നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഖത്തർ അമീറിനും ഭാര്യയ്ക്കും ഇന്നലെ രാത്രി ചാൾസ് രാജാവ് ഒരുക്കിയത് ഒരു ആഡംബര വിരുന്ന്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയും അദ്ദേഹത്തിന്റെ പത്നി ഷെയ്ഖ ജവാഹറും പങ്കെടുത്ത വിരുന്നിൽ ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കാമും ഭാര്യ വിക്ടോറിയ ബെക്കാമും വിശിഷ്ട അതിഥികളായിരുന്നു. ലണ്ടനിൽ ഇ വിസ പ്രാബല്യത്തിൽ വരുത്താനുള്ള പദ്ധതി നീട്ടിവെക്കുവാൻ ഹോം ഓഫീസ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്രിട്ടനിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അവകാശമുള്ളവർക്ക് അവരുടെ ഇ വിസ ലഭിക്കുന്നതിനോ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിനോ കഴിഞ്ഞേക്കില്ല എന്ന് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതിനു ശേഷമാണ് ഇത്തരമൊരു ആലോചന. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം കൊണ്ടുവരുന്നതിന് അനുകൂലമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ എംപിമാർ വോട്ട് ചെയ്തു. പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു ഇത് സംബന്ധിച്ച ബിൽ പാസ്സായത്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണെങ്കിലും നിലവിലെ നിയമങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പാണ്. UK-യിൽ NHS വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തിരിപ്പ് ദീർഘിപ്പിച്ചതോടെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. 2024 രണ്ടാം പാദത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ 2,32,000 ലിവർപൂളിൽ 7 കുട്ടികളെ കൊന്നതിനും മറ്റ് 7 കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചതിനും ജീവപര്യന്തം വരെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന കില്ലർ നേഴ്സ് ലൂസി ലെറ്റ്ബിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. കൂടുതൽ കുട്ടികൾ ഇവർക്ക് ഇരയായിട്ടുണ്ടാകാമെന്ന സംശയത്താലാണ് ഇത്. നാളുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മഹായുതി സഖ്യം BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് മുംബൈയിലെ ആസാദ് മൈതാനത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഉത്തർപ്രദേശിലെ സംഭാലിൽ സംഘർഷാവസ്ഥയ്ക്കിടയാക്കിയ അഭിഭാഷക സർവേ നടന്ന ചന്ദൌസി സന്ദർശിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ UP പോലീസ് തടഞ്ഞു. ഡൽഹി UP അതിർത്തിയായ ഗാസിപൂരിലാണ് രാഹുലിനെയും പ്രിയങ്കയെയും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടഞ്ഞത്. 1.5 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ രാഹുൽ ഗാന്ധിയും നേതാക്കളും ഡൽഹിയിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് CMRLL ദില്ലി ഹൈക്കോടതി. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല. കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രഹസ്യരേഖകൾ എങ്ങനെ കിട്ടിയെന്നും CMRL ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും നിയമസഭാ സാമാജികരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമല ഡോളി സമരത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും തീർത്ഥാടന കാലയളവിൽ ഇത്തരം പ്രവർത്തികൾ ഇനി പാടില്ലെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടെടുത്തു. ഇതേ തുടർന്ന് പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കോടതി വിലക്കേർപ്പെടുത്തി. ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.